ഗോൾഡ് പോളിഷിംഗ് റുട്ടീൻ അതിപ്പം നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആവാറുണ്ട്. പക്ഷെ അത് തന്നെ വളരെ എക്സ്പെൻസ് അത്ര ആവാതെ ഒരു 150-130 റേഞ്ചിലുള്ളത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയത് അല്ലെങ്കിൽ എൻ്റെ റൂട്ടീൻ എങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ ബോഡി ഓയിലിങ്ങാണ് ചെയ്യുന്നത്. ഇതിന് ക്യാരറ്റ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തയ്യാറാക്കുന്ന വിധം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വിറ്റാമിൻ എ, ഇ, സി അങ്ങനെ ഒരുപാട് പാക്ഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഇത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക, സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കുക, അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇത് നന്നായിട്ട് മസാജ് ചെയ്തൊരു 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത് നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്റ്റീമിങ് കൊടുത്തിട്ടാണ്. അതിന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ ആ എണ്ണമയവും നന്നായിട്ട് റിമൂവ് ആവും. നല്ല രീതിയിൽ ആ ഒരു സ്റ്റീമിങ് എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് സോപ്പ് വെച്ചിട്ട് മുഖം ഒക്കെ നന്നായിട്ട് കഴുകാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ തന്നെ റിമൂവ് ചെയ്യുമ്പോൾ ആ എണ്ണമയൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ ഇരട്ടി മധുരമായിരിക്കും യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഇതുപോലെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ, മഞ്ഞൾ, പിന്നെ ഓറഞ്ച് നീര്, പീൽ ഓഫ് മാസ്ക്, ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് ദേഹത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഗോൾഡ് പീൽ ഓഫ് മാസ്ക് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു വ്യത്യാസം കാണാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മിക്സ്ചറിൽ ചെയ്യുമ്പോഴത്തേക്കും ഇനിയും ബെനിഫിഷ്യലായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ യൂസ് ചെയ്യുന്നത് എഫോവെസൻ ടാബ്ലറ്റാണ്, വിറ്റാമിൻ സിയുടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കോളേജൻ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ സ്കിന്നിന് നാച്ചുറലി ഒരു ഫ്രം വിത്തിൻ ഒരു ഗ്ലോ കൊടുക്കുക, പിഗ്മെൻറ്റേഷൻ മറ്റു കാര്യങ്ങൾ വ്യത്യാസം വരുത്തുക, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തതൊക്കെയാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഓറഞ്ചസ് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ ആംല ജ്യൂസ്, അതായത് നമ്മുടെ നെല്ലിക്ക ജ്യൂസൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.